സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. 15 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ടി വി എസിൻ്റെ അപ്പാച്ചെ RTR 180 ABS മോഡലാണ്. അന്നത്തെ കാലത്ത് ഡ്യുവൽ ചാനൽ ABS ഉള്ള വണ്ടിയായിരുന്നു. ഈ വാഹനം ഞാൻ ആദ്യം ഒരു 10 വർഷം കൊണ്ട് 1,70,75,000 കിലോമീറ്ററോളം ഓടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 75,000-85,000 അങ്ങനെ എന്തോ ആയിരുന്നു. അതിനുശേഷം പിസ്റ്റനും സിലിണ്ടറും മാറ്റി. അതിനുശേഷം ഇപ്പോൾ 1,02,000 ചില്ലം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത്ര ഓടിയിട്ട് ഈ വണ്ടിയുടെ പെർഫോമൻസിന് ഒരു മാറ്റവും വരുന്നില്ല. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി ആണെന്ന് പറയുകയാണെങ്കിൽ, വണ്ടിയുടെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ അത് ഉപയോഗിച്ചവർക്ക് അറിയാം ഇതിൻ്റെ ഒരു ക്വാളിറ്റി. ഈവൻ ഈ ഹെഡ് ലാമ്പ് വരെ കണ്ടില്ല, കളർ മങ്ങിച്ച വരെ വന്നിട്ടില്ല. പല വണ്ടികളെയും മങ്ങിച്ച വന്നിട്ട് ഇത്രയും വർഷം ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കറിയാലോ ഒരു ഡാർക്ക് യെല്ലോയിഷ് കളറായിട്ട് മാറുന്നത്. ഇതിനങ്ങനെ വന്നിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. പിന്നെ ഡിസ്പ്ലേ ഞാനൊരു പ്രാവശ്യം മാറ്റി. ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ നല്ല ക്വാളിറ്റി കേട്ടോ. ബ്രേക്ക് ലൈറ്റ് വരെ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഡിസ്പ്ലേ ആദ്യത്തെ ഞാൻ 1,50,000 ചില്ലം കിലോമീറ്റർ ആയപ്പോൾ തന്നെ മങ്ങിച്ച് വന്നിരുന്നു. അപ്പോൾ ഇഞ്ചിൻ്റെ വർക്ക് ചെയ്ത ആ സമയത്ത് തന്നെ ഡിസ്പ്ലേ മാറ്റിയിരുന്നേ. ഡിസ്പ്ലേ മാറ്റിയിട്ട് ഇപ്പോൾ ഈ ഡിസ്പ്ലേ കാണുന്നുണ്ടാവില്ല, 1,00,000 ചില്ലം കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട്. 2006 അങ്ങനെ എന്തോ ആണ്. പിന്നെ ട്രിപ്പ് B. അന്നത്തെ കാലത്ത് ഡിസ്പ്ലേയിൽ കൊള്ളിക്കാവുന്നിടത്തോളം ഫീച്ചേഴ്സൊക്കെ TVS കൊള്ളിച്ചിരുന്നു. അതായത് ടോപ്പ് സ്പീഡ് അച്ചീവ് ചെയ്തത് ലാസ്റ്റ് മെമ്മറിയിലുണ്ടാവും. 0 to 60 അച്ചീവ് ചെയ്ത സെക്കൻഡ്സ് എടുക്കുന്നത്, അങ്ങനെ എല്ലാതും ഉണ്ടായിരുന്നു, ലോഡഡ് ആയിരുന്നു. പിന്നെ ഇതിൻ്റെ ടാങ്ക് എടുത്ത് പറയേണ്ടതാണ് കേട്ടോ. ഇതുവരെ മാറ്റിയിട്ടില്ല, ഒരു തുരുമ്പ് വരെ വന്നിട്ടില്ല. ഇവൻ പൾസർ ഉപയോഗിക്കുന്നവർക്ക് അറിയാം നമുക്ക് എത്ര പ്രാവശ്യം മാറ്റാറുണ്ട് ഇത് ടാങ്ക്. പിന്നെ ഫൈബർ ക്വാളിറ്റീസ് സ്വിച്ചസൊക്കെ ഓക്കെയാണ്, ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല, ഇപ്പോഴും വർക്കിംഗ് തന്നെയാണ്, മാറ്റിയിട്ടില്ല അതൊന്നും. ഇതിനന്ന് മെയിൻ്റെനൻസ് എന്ന് പറയുമ്പോൾ കാര്യമായിട്ട് ചെയ്യാറുള്ളത് ഓയിൽ ചേഞ്ച്, ഓയിൽ ഫിൽറ്ററുമാണ് ഇഞ്ചിനിൽ ചെയ്യാറുള്ളത്. പിന്നെ ഡിസ്ക് പാഡും ചെയിന് സ്പോക്കറ്റ് അങ്ങനെയെല്ലാം മാറ്റാറുണ്ട്. കേബിളൊക്കെ ഒരു 3 കൊല്ലമൊക്കെ കൂടുമ്പോഴേ കേബിൾസൊക്കെ മാറ്റേണ്ട ആവശ്യം വന്നിട്ടുള്ളൂ. പിന്നെ സസ്പെൻഷൻ ബാക്കത്തെ മാറ്റിയിട്ടുണ്ട്. ഫ്രണ്ടിലെ 4 ട്യൂബ് ഒരു പ്രാവശ്യം മാറ്റിയിട്ടുണ്ട്. പിന്നെ ഡിസ്ക് പ്ലേറ്റ് ഫ്രണ്ടിലും ബാക്കിലും മാറ്റിയിട്ടുണ്ട്. ഫ്രണ്ടിൽ ഒരു പ്രാവശ്യമേ മാറ്റിയിട്ടുള്ളൂ, ബാക്കിൽ 2 പ്രാവശ്യം മാറ്റിയിട്ടുണ്ട്. അന്നത്തെ കാലത്ത് ഈ പെറ്റൽ ഡിസ്ക് ബ്രേക്കൊന്നും വേറെ വണ്ടിക്കില്ല. പറയുമ്പോൾ നമ്മുടെ ബജാജിൻ്റെ 180 ഉണ്ട്, ബാക്കിൽ ഡ്രം ബ്രേക്കാണ് ഇറങ്ങിയിരുന്നത് ഇത് ഇറങ്ങുന്ന സമയത്ത്. അന്ന് ഇവർ ABS ഡ്യുവൽ ചാനൽ ABS അടക്കമാണ് വണ്ടി ഇറങ്ങിയിരുന്നത്. ഈ ടാങ്കിൻ്റെ അടിയിലാണ് ഇതിൻ്റെ ABSൻ്റെ യൂണിറ്റ് വരുന്നത്. ഈ കാണുന്നതാണ് ABSൻ്റെ യൂണിറ്റ്. ഒരു ക്യാരക്ടറുള്ള ഇഞ്ചൻ തന്നെയാണ്, പൾസർ 220 പോലെയൊക്കെ തന്നെ. ഇതാണിപ്പോൾ ഈ വണ്ടിയുടെ ഒരു ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അത് ഹാർഡായിട്ടെല്ലാം പിടിച്ചത്. റെഡ് RPMൽ തൊടിയിച്ചിട്ടില്ല. റെഡ് RPM തൊടിയിച്ചിട്ടുണ്ടെങ്കിൽ 0 to 100 ഒക്കെ പാഞ്ഞ് കയറുന്നതാണ്. ഇപ്പം ബാക്കിലെ വീലിൻ്റെ ബെയറിങ് പോയതുകൊണ്ടേ കുറച്ച് ഷെയ്ക്കിംഗ് ഉണ്ട്, അതുകൊണ്ടാണ് സ്ലോ ആക്കി പോയത് കേട്ടോ. ഇവൻ കുറച്ച് നേരമായിട്ട് ഞാൻ ഓവർടേക്ക് ചെയ്ത് കളിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്ട്രീറ്റ് റേസിങ്ങിനുള്ള ഒരു ത്വര കാണുന്നുണ്ട്. നമുക്കൊന്ന് ചെറുതായിട്ട് വൈത്താല ചേസ് ചെയ്ത് നോക്കാം. ആദ്യമൊക്കെ സ്ഥിരമായിട്ട് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ ഫാമിലിക്ക് ആയതിനു ശേഷം ഒന്നും ഒതുങ്ങി. പിന്നെ വണ്ടിയും പഴക്കം വന്നതിന് ശേഷം കുറച്ച് നേരം നമുക്ക് ബാക്കിൽ ചേസ് ചെയ്ത് നോക്കാം. വെറുതെ രസമല്ലേ, അങ്ങനെ വെട്ടിച്ച് പോകുന്നതല്ലല്ലോ. ഒരു യൂണിക്കോണാണ് കേട്ടോ, 2 കൊല്ലമൊക്കെ പഴക്കം ഉണ്ടാവുള്ളൂ. അത് ഹോണ്ടയുടെ ഇഞ്ചനാണ്. ഇപ്പം വേണമെങ്കിൽ ഓവർടേക്ക് ചെയ്യാം കേട്ടോ നമുക്ക്, പക്ഷെ ചെയ്യുന്നില്ല. കുറച്ച് നേരം ഇങ്ങനെ പോട്ടെ, രസമല്ലേ. ഇതിൻ്റെ ABS ഓഫ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ സിറ്റ് ചെയ്യുന്നൊരു ബുദ്ധിമുട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ പിറകിലൊക്കെ പോയിട്ട് പെട്ടെന്ന് സ്ഥലം പിടിക്കുമ്പം ബ്രേക്ക് ഒഴിഞ്ഞു പോകും, അപ്പം തട്ടാൻ ചാൻസ് ഉണ്ട്. നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നാമത് ആ പയ്യനും നോമ്പ് തുറക്കി പാച്ചിലാന്ന് തോന്നുന്നു, സമയമാകാനായിട്ടുണ്ട്, അതിൻ്റെ തിരക്കിലായിരിക്കും.
അതുകൊണ്ട് റോഡ് മൊത്തം തിരക്കാണ്. ആ യൂണിക്കോൺ ഏറി വന്ന 2 വർഷമായി ഉണ്ടാവുള്ളൂ. പുതിയ യൂണിക്കോണാണത്, മോഡലാണ്. നമ്മൾ 15 വർഷമായി ഇത്രയും ഓടിയ വണ്ടി കേട്ടോ. മാറ്റം നോക്കണേ. അവൻ നല്ല പോക്കാണല്ലോ പോയത്. പെട്ടെന്ന് ഒരു ചാൻസ് കിട്ടിയപ്പോൾ അത് നന്നായി കയറിപ്പോയിട്ടോ. ഇനി നമുക്ക് ഓവർടേക്ക് ചെയ്യാനുള്ള പരിപാടി നോക്കാം. എന്നാൽ അവൻ കുറച്ച് നമ്മളെ ചേസ് ചെയ്യട്ടെ അല്ലേ. ഇവിടെ ഡ്രെയിനേജിൻ്റെ പണി നടക്കുന്നതിനുണ്ട് ഒരു സൈഡിലൂടെ വണ്ടി കടത്തി വിടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ കുത്തിച്ചേരി പോയിട്ട് എല്ലാവർക്കും ബുദ്ധിമുട്ട് ഉണ്ടാക്കണ്ട. അത് കഴിഞ്ഞിട്ട് നോക്കാം. ഈ വണ്ടി ഇതുപോലെ ഉപയോഗിക്കുന്നവരാരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത്രയും കാലം ഉപയോഗിച്ചിട്ട് ഒരു അഭിപ്രായം ഒന്ന് പറയണേ. എന്താണെന്ന് വെച്ചാൽ എന്നോട് പലരും വന്ന് ചോദിക്കാറുണ്ട് ഇതിനെ പറ്റിയിട്ട്. ഇനി ഒന്ന് ഓവർടേക്ക് ചെയ്യാമല്ലേ. അങ്ങനെ ഓവർടേക്ക് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്. RTR റേസിംഗ് ത്രോട്ടൽ റെസ്പോൺസ് എന്നായിട്ട് ഫുൾ ഫോം. നമ്മൾ റേസ് ചെയ്യുന്ന തിരിച്ചു കൊടുത്താൽ തന്നെ തുറന്നടിച്ച് പോകും വേണ്ടി. ഇവിടെ ഇപ്പോൾ തുറന്നു പിടിക്കാനുള്ള സാഹചര്യമല്ല, അത്രയും തിരക്കാണ് റോഡ് ഒന്നായിട്ട്. പിന്നെ ഇതിൻ്റെ ഒരു വലിയ പോരായ്മയാണ് ഇത് ഉപയോഗിക്കുന്നവർക്കറിയാം. RTRൻ്റെ വൈബ്രേഷൻ അതൊരു 4500 RPM തൊട്ടിട്ട് ഒരു 7000 RPM വരെ നല്ല വൈബ്രേഷൻ വരും. കയ്യിലും ഷോക്ക് അടിക്കുന്ന ഒരു തരിപ്പാണ് വരും. ഒന്നടിക്ക് ഇരിക്കുകയല്ല ചെയ്യുക, തരിപ്പായിട്ട് ഇങ്ങനെ വരും. എന്താ ഇപ്പോൾ ഇത് നടു റോട്ടിൽ കൂടിയാണല്ലോ പോകുന്നത്. മൂപ്പര് സൈഡാക്കാന്നാണ് തോന്നുന്നത്. 2010 FC എടുക്കണമെന്ന് വിചാരിച്ച് നടന്നായിരുന്നു. FC എടുക്കുമ്പോൾ സെക്കൻഡ്സൊക്കെ പോയി നോക്കിയിരുന്നു. അന്ന് ഇറങ്ങിയ ഫസ്റ്റ് മോഡൽ ഇറങ്ങിയത് ഭയങ്കര ഹാൻഡ്ലിംഗ് ആയിരുന്നല്ലോ. വണ്ടീൻ്റെ ലുക്ക് വേറെ തന്നെ, നാക്കറ്റ് സ്ട്രീറ്റ് ഫൈറ്റർ എന്നൊക്കെ പറഞ്ഞ മാതിരി തന്നെ ഒരു ഹെവി ലുക്കായിട്ട് അന്ന് FC വന്നിരുന്നത്. പക്ഷെ അന്ന് ഈ അപ്പാച്ചൊന്നും മനസ്സിൽ കയറില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് FC എടുത്തിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചത് അത് എടുക്കണ്ട, അപ്പോൾ പൾസറിലേക്ക് തന്നെ പോകാൻ വിചാരിച്ചു. അപ്പോൾ പൾസർ 180 അന്ന് ആ ബ്ലാക്ക് ഒരു ഫിയർ ദ ബ്ലാക്ക് എന്നൊക്കെ പറഞ്ഞിട്ടൊരു മോഡൽ വന്നിരുന്നല്ലോ. അന്നത് അതിൽ എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഞാൻ ഗൾഫിലായിരുന്നു അന്ന സമയം. അപ്പോൾ എൻ്റെ ഫ്രണ്ട് അത് പുതിയതൊന്നെടുത്തു. അവൻ പൾസർ എടുത്തപ്പോൾ ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം അത് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. ലീവിന് വന്നപ്പോഴൊക്കെ കൂടുതലായിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് പോകാനൊക്കെ 180 ഇടും. അങ്ങനെ ഭയങ്കര ഇഷ്ടമായിരുന്നു 180 എടുക്കണം എന്ന് തന്നെ വിചാരിച്ചിരുന്നു. ആ സമയത്ത് നാട്ടിലൊരു വണ്ടി ഉണ്ടായിരുന്നു. ഈ വണ്ടി അന്ന് റെയറാണ്, അധികം എല്ലാവരും ഒന്നുമില്ല. അപ്പോൾ ഞാൻ എന്നും കാണാറുണ്ട്. ഇതിൻ്റെ സൗണ്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാണാനൊരു ലുക്കുണ്ട്, വൈറ്റ് കളറും. അപ്പോൾ ഒരു സാധനോട് ഞാൻ ഒരു കടയിൽ നിൽക്കുമ്പോൾ ചോദിച്ചു തന്നു, വെറുതെ ഒരു ടെസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കട്ടോ പാടുന്നു ചോദിച്ചു. അന്ന് ആ കയറിയിരുന്നു, ഫസ്റ്റിലിട്ടു. തേർഡ് ഗിയർ എത്തുമ്പോഴത്തേക്ക് എനിക്ക് വണ്ടി ഉറപ്പിച്ച് കാണുന്നത്. അതിൻ്റെ ആക്സിലേഷനും അതേമാതിരി അതവിടെ എത്തുമ്പോഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് പിടിച്ച് നിർത്തി തിരിച്ചെടുക്കാം. നമ്മൾ കയറി വന്നപ്പോൾ നമുക്ക് തന്നെ പറ്റിയ വണ്ടിയാണെന്നുള്ളത്. പിന്നെ എങ്ങനെയെങ്കിലും ഈ വണ്ടി എടുക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ യൂട്യൂബിൽ ഇതിൻ്റെ പരസ്യമൊക്കെ നോക്കിയപ്പോഴാണ് ABS മോഡൽ കണ്ട്. അന്ന് 97 സംതിങ് ആയിരുന്നു ഓൺ റോഡ് പ്രൈസ് എന്ന് തോന്നുന്നു. അന്നത്തെ കാലത്ത് ABS മോഡൽ എന്ന് പറയുമ്പോൾ കാറുകൾക്ക് ടോപ്പ് മോഡ് കാറിലാണ് വരുന്നത്. ABS എന്താണെന്ന് തന്നെ അറിയില്ലായിരുന്നു അന്ന്. എല്ലാവർക്കും അറിയാം, ബ്രേക്ക് ചെയ്യുമ്പോൾ ഓവർ സ്പീഡ് പോകുമ്പോൾ ബ്രേക്ക് ചെയ്യുമ്പോൾ സ്കിഡ് ചെയ്യാത്തതെന്ന് അറിയാമായിരുന്നു. പക്ഷെ അതെങ്ങനെയാണ് ഫങ്ഷൻ ഒന്നും അറിയില്ല. പിന്നെ പലരും റോട്ടിൽ നിന്നൊക്കെ കാണും, സിഗ്നലിലൊക്കെ കാണുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, ഈ വണ്ടി കുറേ ഉപയോഗിക്കുന്നു, ഇന്ത്യയിൽ പണ്ട് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉപയോഗിക്കുന്നവർ വന്ന് പറയും. ഇപ്പോഴും ഉണ്ട്. ഞാൻ സ്കൂട്ടർ എടുത്തിട്ടും ഇടയ്ക്കൊക്കെ അതെടുത്ത് പോകാറുണ്ട്. ഒരുപാട് യൂസ് ചെയ്ത്. പണ്ടുള്ളവർ ചിലവർ സർവീസിൻ്റെ ഇഷ്യൂ കൊണ്ട് വണ്ടി കൊടുത്ത് ഒഴിവാക്കിയാന്നൊക്കെ പറഞ്ഞിരുന്നു, സർവീസ് തീരില്ലാത്തതുകൊണ്ടൊക്കെ. ഇപ്പോൾ TVSന് സർവീസ് സെൻറ്റർ കുറേ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നമില്ല വണ്ടി ഉപയോഗിക്കുന്നതിനൊന്നും. ഇപ്പോഴും ഈ മോഡൽ ടോപ്പ് 10 സെയിലിൽ ഇന്ത്യയിൽ വെച്ചിട്ട് സെയിൽ ചെയ്യുന്നതിൽ 6ാമത്തെ 7ാമത്തെ സ്ഥാനത്തിൽ ഈ വണ്ടി ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഈ മോഡൽ ഇതിൻ്റെ തൊട്ടടുത്തുള്ള മോഡൽ. അങ്ങനെ ഇത്രയും വർഷം ഞാനത് ഉപയോഗിച്ചിട്ട് ഈ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ ഒരു വീഡിയോ ഇടണമെന്ന് തോന്നി. ഇനി ഇതായിട്ടുള്ള യാത്ര കുറവാണ്. പക്ഷേ ഇതിൻ്റെ ഇഞ്ചൻ ഇനിയും ഉപയോഗിക്കാം കേട്ടോ. ഒരു 1,00,000 കിലോമീറ്ററൊക്കെ സുഖമായിട്ട് ഓടുന്നത്. അത്രയും നല്ല ഇഞ്ചനാണ്. റിന്യൂവൽ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ കൊണ്ടാണ്. ഇങ്ങനെ ഈ വണ്ടി ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.